ആകാശത്തിനു താഴെ ഭൂമിക്ക് മുകളിലായി താഴെയായി കിടക്കുന്ന എല്ലാ സർവചരാചരങ്ങളും മനുഷ്യരുടെ പഠനവിധേയമാവേണ്ട വിഷയങ്ങളാണ്. ആ അറിവ് പോലും അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു പണ്ഡിതനെ വാർത്തെടുക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണല്ലോ. ശരീഅത്തിന്റെ ഒരു ഇൽമിന്റെ പരിസരത്തല്ല ആ ആയത്തിന്റെ ഭാഗം സൂറത്ത് ഫാത്തിറിൽ കിടക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഓതുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. അലം തറ, നിങ്ങൾ കാണുന്നില്ലയോ, അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, മറ്റൊരിടത്ത് മാഅം മുബാറക, പരിശുദ്ധമായ വെള്ളം, ജലം ആകാശത്ത് നിന്ന് ഇറക്കി തരുന്നത് അല്ലാഹു ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ? വാട്ടർ സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നു. ജലാശയങ്ങളിലെ വെള്ളം ഇവാപ്പറേഷൻ സംഭവിച്ച് ആകാശത്തേക്ക് മേലോട്ട് ഉയർന്നു ബാഷ്പകണങ്ങളായി ക്ലൗഡായി ഫോം ചെയ്ത് മഴയായി ഭൂമിയിലേക്ക് വീഴുന്ന വാട്ടർ സൈക്കിൾ. എന്നതിൽ അതിന് സൂചനയുണ്ട് എന്ന് പറയാറുണ്ട്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ فأخرجنا به ثمرات مختلفا ألوانها. ആ മഴ കാരണമാണ് അല്ലാഹു വ്യത്യസ്ത നിറങ്ങളിലുള്ള പഴവർഗ്ഗങ്ങളെ നിങ്ങൾക്കുണ്ടാക്കി തരുന്നത്. ചെടികൾ ഈ മണ്ണിലാണ് ഉണ്ടാകുന്നത്, മണ്ണ് ഒന്ന് തന്നെ, പക്ഷേ ആ ചെടികളിൽ ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾക്ക് വ്യത്യസ്ത നിറം, വ്യത്യസ്ത ടേസ്റ്റുകൾ. അല്ലാഹുവിന്റെ വലിയ അത്ഭുതമല്ലേ? ഒരേ മണ്ണ്, വ്യത്യസ്ത ചെടികൾ, പക്ഷേ വ്യത്യസ്ത മുഖ്തലിഫൻ അൽവാനുഹാ. എല്ലാ പഴത്തിനും ഒരു കറുപ്പ് നിറം മാത്രമായിരുന്നുവെങ്കിൽ, അവക്കാഡോയും കറുപ്പ്, ഓറഞ്ചും കറുപ്പ്, ആപ്പിളും കറുപ്പ്, എല്ലാറ്റിനും കറുപ്പ് നിറമായിരുന്നെങ്കിൽ വല്ല ഭംഗിയുണ്ടാവുമോ? എല്ലാം വ്യത്യസ്ത നിറങ്ങളിൽ നിങ്ങൾക്കുണ്ടാക്കി തന്നത് അല്ലാഹുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നോക്കണം, പണ്ഡിതന്മാരെ കുറിച്ച് പറയാൻ പോവുകയാണ് അല്ലാഹു. അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് പണ്ഡിതരാണ് എന്ന് പറയുന്നതിന്റെ ആമുഖമായി പറഞ്ഞത് മഴയാണ്. പിന്നെ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അല്ലാഹു ഇതിന്റെ ബാക്കി പറയുന്നു. ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود. വ്യത്യസ്തങ്ങളായ മലകളെ, പർവ്വതങ്ങളെ ഉണ്ടാക്കിയതും അല്ലാഹു ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ? വമിനൽ ജിബാൽ, അല്ലാഹുവല്ലേ പർവ്വതങ്ങളെ പടച്ചത്. ജുദദുൻ ബീലുൻ വഹംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ, ഏതെല്ലാം നിറത്തിലുള്ള പർവ്വതങ്ങൾ, ചുവപ്പും വെളുപ്പും തവിടും പച്ചയും എല്ലാമുള്ള. വഗറാബീബ് സൂദ്, നല്ല കറുകറുത്ത മലകളും പർവ്വതങ്ങളും. ഇതൊക്കെ ഉള്ള ഒരു ഭാഗം ചൈനയിലുണ്ട്. വ്യത്യസ്ത കളറുകളിലുള്ള മലകൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലെയും പർവ്വതങ്ങൾക്ക് പല നിറമാണ്, മണ്ണിന് പല നിറമാണ്. ഇതുണ്ടാക്കിയത് അല്ലാഹുവാണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ജിയോളജി അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മൗണ്ടൻസിനെ കുറിച്ചുള്ള പഠനം കഴിഞ്ഞില്ല. വമിനന്നാസി വദ്ദവാബി വൽഅൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക്, മനുഷ്യരിലും കന്നുകാലികളിലും എല്ലാ ജീവജാലങ്ങളിലും വ്യത്യസ്ത നിറങ്ങളെ. മനുഷ്യർ വ്യത്യസ്ത നിറമുള്ളവരാണ്, കന്നുകാലികൾ വ്യത്യസ്ത നിറത്തിലുള്ളവയാണ്, ജീവജാലങ്ങൾ ദവാബ് മാ യദിബ് അലൽ അർദ്, അതിൻ്റെ അത്ഭുതങ്ങൾ പറയാനില്ല. അപ്പോൾ ജിയോളജിയും ബയോളജിയും സോളജിയും ബോട്ടണിയും ഒക്കെ അല്ലാഹുവിടെ പറഞ്ഞു.
ഇങ്ങനെയൊക്കെ പടച്ചത് അല്ലാഹുവാണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇനി പറയുന്ന വാക്കാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അലം തറ എന്നതിന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അവിടെ ആശയം. പഠിക്കുന്നില്ലയോ? ഇന്നമാ യഖ്ഷല്ലാഹ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടു ജീവിക്കുന്നത്, മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അൽ ഉലമാ, അല്ലാഹുവിനെ പറ്റി പഠിച്ച ആലിമീങ്ങളാണ്. അവരെപ്പോലെ ഖശിയത്തുള്ളവരായി മറ്റാരുമില്ല എന്ന് പറയുന്നിടത്ത് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ വായിക്കാൻ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ദാറുന്നൂർ പോലെയുള്ള സ്ഥാപനങ്ങൾ, ദാറുൽ അടക്കമുള്ള സംവിധാനങ്ങൾ, നമ്മുടെ മറ്റു ദീനി കലാലയങ്ങൾ, മതഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മതഭൗതികം എന്നത് രണ്ടായി സെഗ്രിഗേറ്റ് ചെയ്യേണ്ടതില്ല എന്നാണ്. കാരണം അറിവും ജ്ഞാനവും അല്ലാഹുവിലേക്ക് നയിക്കുകയാണെങ്കിൽ ഒക്കെ ദീനിയായ അറിവ് തന്നെയാണ്. സയൻസും കമ്പ്യൂട്ടർ സയൻസും ടെക്നോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും എന്തൊക്കെ, ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവട്ടെ, എന്തിനൊക്കെ കുറിച്ചൊക്കെ പഠിച്ചാലും ആ അറിവ് നമ്മളെ 2 റക്അത്തെങ്കിലും ഏറെ സുന്നത്ത് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ അറിവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നാഫിആയ ഇൽമാണ്, ഉപകാരപ്പെടുന്ന ഇൽമാണത്. എന്നിട്ട് ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, അല്ലാഹുവാണ് ഇസ്സത്തുള്ളവൻ, അല്ലാഹുവാണ് അധികാരമുള്ളവൻ, അല്ലാഹുവാണ് മഗ്ഫിറത്ത് നൽകുന്നവൻ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലൈസൽ ഇൽമു ബികഥറത്തി റിവായ ഇന്നമൽ ഇൽമു അൽ ഖശിയ. വിജ്ഞാനം എന്ന് പറയുന്നത് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യലല്ല, ഉദ്ധരിക്കലല്ല. ഇന്നമൽ ഇൽമു അൽ ഖശിയ, ആലിം എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഏറ്റവും ഹൃദയത്തിനുള്ളിൽ പേടിക്കുന്നവരാരോ അവർ ഇൽമിന്റെ അഹ്ലുകാരാണ്. ഇബ്ലീസിന് ഇൽമുണ്ടല്ലോ, പക്ഷേ ഖശിയത്തില്ല. അതല്ലേ കാരണം? ഇബ്ലീസിന് അറിവുണ്ടല്ലോ, ഇബ്ലീസ് അറിവുള്ള ആളാണ്, പക്ഷേ ഖശിയത്ത് ഉണ്ടായില്ല, ഖുശൂ ഉണ്ടായില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്നമൽ ഇൽമു അൽ ഖശിയ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ കാരണം. അല്ലാഹു നമ്മുടെ ഈ ഒരു വൈജ്ഞാനിക കലാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് 17ഓളം നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക്, പണ്ഡിതന്മാരായി സമൂഹത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങുന്ന, ഉപരിപഠനത്തിന് വേണ്ടി പോകുന്ന, ദാറാനി ബിരുദം സ്വീകരിക്കുന്ന നമ്മുടെ സാധുമാർ, അല്ലാഹുവിന്റെ ജീവിതത്തിൽ ഖശിയത്തും വറഉം ഖുശൂഉം ഇൽമ്, മരിക്കുന്നവരെ പഠിക്കാനുള്ള ആ ജിജ്ഞാസയും മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ എന്ന് മഹാന്മാർ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞ പോലെ വിജ്ഞാന കുതുകികളായി, ദീനിന്റെ ഖാദിമീങ്ങളായി, വെളിച്ചം ലോകത്ത് പരത്താൻ കഴിവുള്ളവരായി, യോഗ്യതയുള്ളവരായി, അതിന് തൗഫീഖുള്ളവരായി അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇൻ കുൻതു ലഅതമിദു ബികബിദി അലൽ അർളി മിനൽ ജൂഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളിയിൽ ഇൽമ പഠിക്കാൻ വേണ്ടി അഹ്ലുസ് സുഫയുടെ കൂടെ, സുഫത്തിന്റെ അഹ്ലുകാരുടെ കൂടെ വിശന്നൊട്ടിയ വയറുമായി, തളർന്ന വശനായി, മാ ബി ജുനൂൻ വമാ ബി ഇല്ലൽ ജൂഅ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിലുണ്ട്, എനിക്ക് ഭ്രാന്തുണ്ട് എന്ന് ആളുകൾ വിചാരിക്കുമായിരുന്നു. വിശന്ന് ഞാൻ തലകറങ്ങി വീഴുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു എനിക്ക് അപസ്മാരമാണ്, എപ്പിലെപ്സിയാണെന്ന്, ഫിക്സ് സംഭവിക്കുകയാണെന്ന്. വമാ ബി ഇല്ലൽ ജൂഅ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമു നഷ്ടപ്പെടാതിരിക്കാൻ, ഉണ്ണിനബിയുടെ പരിശുദ്ധമായ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണിമുത്തുകളെ പെറുക്കിയെടുക്കാൻ വിശപ്പ് സഹിച്ചുകൊണ്ട് മദീന പള്ളിയിൽ ബോധം കെട്ട് വീഴുമായിരുന്ന ആളായിരുന്നു ഞാൻ. മഹാനവറുകൾ പറയുമായിരുന്നു, ഹബീബിന്റെ വീടിന്റെയും മിമ്പറക്കുമിടയിൽ ഇത്ര തവണ ബോധം കെട്ട് വീണ, വിശപ്പ് കൊണ്ട് ബോധം കെട്ട് വീണ ഒരു മുതഅല്ലിം, ഒരു വിദ്യാർത്ഥി ലോകത്ത് വേറെയില്ല. അത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. 5000 ഹദീസുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും മുസന്നഫാത്തുകളിൽ. 5000 ഹദീസ്. മഹാനവറുകളുടെ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്, പക്ഷെ നഷ്ടപ്പെട്ടു പോയി. രേഖപ്പെട്ട് കിടക്കുന്ന, സ്വഹീഹുകളിൽ കിടക്കുന്ന തന്നെ 5000ഓളം ഹദീസുകൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റേത്, മഹാൻ ഹബീബിൽ നിന്ന് വായിച്ചെടുത്തത്, പഠിച്ചെടുത്തത് വിശപ്പ് സഹിച്ചുകൊണ്ടാണ്. വമാ ബി ഇല്ലൽ ജൂഅ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ
അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻസാരിയായ മദീനക്കാരനായ ഒരു സഹാബിയോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേർക്കും ഒന്ന് പുറത്തിറങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളൊന്ന് സമാഹരിച്ചുകൂടെ? നീ എന്റെ കൂടെ വരുമോ? അവർ 12 വയസ്സുള്ള ഒരു മോനാണ് ഈ പറയുന്നത്. അപ്പോൾ അൻസാരി പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് യബ്ന അമ്മി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും നിങ്ങളും ഈ ഇൽമ ശേഖരിക്കാൻ വേണ്ടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വഹാബികളിൽ എത്ര പണ്ഡിതന്മാരുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇൽമ പഠിക്കാൻ നടക്കണോ എന്ന് ചോദിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർത്തെടുക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ, സ്വഹീഹുൽ ബുഖാരിയിലടക്കം ആ ഹദീത്തിന്റെ ശകലങ്ങൾ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പഠിക്കാം. ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന വലിയ ഒരു സിലബസ് ഉണ്ട്. നമ്മുടെ CBSE എന്ന് പറയുന്ന പോലെ കേരള സിലബസ് എന്നുള്ള കർണാടകത്തിൻ്റെ സിലബസ് കാണും. IGCSE ഉണ്ട്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ, ഓക്സ്ഫോർഡിൻ്റെയൊക്കെ വിദ്യാഭ്യാസ കരിക്കുലങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് IB എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇന്റർനാഷണൽ ബക്കാലറേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ഒരു സ്റ്റുഡൻറ് പ്രൊഫൈൽ ഉണ്ടെന്നാണ്. വിദ്യാർത്ഥി ആരായിരിക്കണം? ഒരു IB ഗ്രാജുവേറ്റ് ആയിട്ടുള്ള MYP PYP എന്നൊക്കെ പറയുന്ന മിഡിൽ ഇയർ പ്രോഗ്രാം, പ്രൈമറി ഇയർ പ്രോഗ്രാം എന്നൊക്കെയാണ് അവരുടെ ചെറിയ ജൂനിയർ സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ വിളിക്കുക. റിസ്ക് ടേക്കർ ആയിരിക്കണം, ലൈഫ് ലോങ് ലേണർ. ഒരു വിദ്യാർത്ഥിയുടെ ക്യാരക്ടറിസ്റ്റിക് ആണത്. നമ്മൾ മരണം വരെ പഠിക്കുന്നവരാകണം. ഒരു IB പ്രോഗ്രാം പാസ്സായ ഒരു കുട്ടി 12ാം ക്ലാസ് പാസ്സായാൽ ഒരു ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി എൻട്രിയാണ്. എവിടെയും കാത്തിരിക്കേണ്ടി വെയിറ്റിംഗ് ഇല്ല, ഡയറക്റ്റ് എൻട്രി കിട്ടുന്ന ഒരു സംവിധാനമാണ്. ഇച്ചിരി ജനീവ ബേസ് ചെയ്തിട്ടുള്ള വലിയൊരു സംവിധാനം. ഞാൻ പറയുന്നത്, ഇവർ കണ്ടെത്തിയ ഇത്രയും വലിയൊരു സംവിധാനത്തിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ശരീഅത്ത് നമ്മളോട് പറയുന്ന മരണം വരെ പഠിക്കണം എന്ന് പറയുന്ന ഒരു ആശയമാണ്. മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, ലൈഫ് ലോങ് ലേണർ, മരിക്കണവരെ പഠിക്കുക എന്നാണ് ഇതിനർത്ഥം. ഇൽമിന്റെ മജ്ലിസിന് പഞ്ഞമുണ്ടാവരുത്. ഇൽമിന്റെ മജ്ലിസുകൾ എവിടെയുണ്ടോ അവിടെ ചെന്ന് ഇരിക്കണം, അവിടെ പഠിക്കണം, അത് അറിവ് നേടാൻ അവസരമുണ്ടാകണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും അത് തന്നെയാണ്. കൊച്ചുനാളിൽ തുടങ്ങി പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ 30 വർഷത്തോളം ദർസ് നടത്തി, പഠനം നടത്തി, മുദരിസായി ഇന്ന് ത്വായിഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തന്റെ കൂട്ടുകാരൻ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ, പരിശുദ്ധമായ മക്കയിലെ പള്ളിയിൽ മൗസിമുൽ ഹജ്ജിൽ ഹദീസ് പണ്ഡിതന്മാർക്ക്, ഹദീസ് അന്വേഷിച്ചു വരുന്നവർക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. തഫ്സീർ ചോദിക്കുന്നവർക്ക് തഫ്സീർ പറഞ്ഞു കൊടുക്കുന്നു, ഫിഖ് ചോദിക്കുന്നവർക്ക് ഫിഖ്, ഇൽമുൽ ഫറായിദ് പറഞ്ഞു കൊടുക്കുന്നു, അറബ് സാഹിത്യം പറയുന്നു, അദബ് പറഞ്ഞു കൊടുക്കുന്നു, ഷിഅർ പറഞ്ഞു കൊടുക്കുന്നു, ഫൽസഫ പറഞ്ഞു കൊടുക്കുന്നു, ഇൽമുൽ ഫലക് പറഞ്ഞു കൊടുക്കുന്നു, അൻസാബുകളെ സംബന്ധിച്ചുള്ള വിവരം പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം ഒരു മഹാൻ. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇബ്നു അബ്ബാസ്, ഇത് സങ്കടപ്പെടുത്തുന്ന രംഗമാണ് എനിക്ക്. അന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു, നബി വഫാത്തായപ്പോ ഇൽമ പഠിക്കാൻ നമ്മൾ പോവുകയല്ലേ, നമുക്കൊന്ന് അന്വേഷിച്ചിറങ്ങിക്കൂടെ, ഹദീസ് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ ഞാനൊന്ന് മടി കാണിച്ചു. എന്നാൽ ഒരു മടിയുമില്ലാതെ ഇൽമിന്റെ വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടല്ലേ. ഹനീഅൻ ലക യാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആരാന്നറിയോ? അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ എന്ന് ആർക്ക് വേണ്ടിയാണോ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തത്, ആ സ്വഹാബിയാണിത്. അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഇൽമിന്റെ, ദീനിന്റെ അറിവ്, ദീനിന്റെ ജ്ഞാനം ഇബ്നു അബ്ബാസിന് പറഞ്ഞു കൊടുക്കണമേ. വഅല്ലിംഹു